ഇങ്ങനെ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദിവസം, ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, കാഹളം കേൾപ്പാൻ ചുണ്ടോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കാഹളം. പ്രധാന ദൂതൻ കാഹളം ചുണ്ടോട് ചേർത്ത് പിടിച്ചിരിക്കുക. പ്രിയരെ, ഏതു സമയവും കാഹളം ധ്വനിക്കും. അന്ന് നാം രൂപാന്തരപ്പെടും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അതിനായി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞത് ഇങ്ങനാണ്. 2 പത്രോസ് 3:11 മുതൽ വായിച്ചപ്പോൾ കണ്ടത്, പുതിയ ആകാശത്തിനായി കാത്തിരിക്കണം. പക്ഷേ പുതിയ ആകാശത്തിലും പുതിയ വാനഭൂമിയിലും എത്തണമെങ്കിൽ നാം ഒന്ന് ചെയ്യണം. എന്താണെന്നറിയാമോ? എത്ര വിശുദ്ധ ജീവിതം നയിക്കണം. എ പെർഫെക്റ്റ് ഹോളി ലൈഫ്. എത്ര വിശുദ്ധ ജീവിതം നയിക്കണം, എത്ര ഭക്തിയോടെ ജീവിക്കണം. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ പുതിയ ആകാശവും പുതിയ വാനഭൂമിയും വെളിപ്പെടുമ്പോൾ അന്ന് നാം കർത്താവിനോട് ഒരുമിച്ചായിരിക്കത്തുള്ളൂ.